ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. നല്ല വെയിലാണ് രാവിലെ തന്നെ. രാവിലെ കഴിക്കാനായിട്ട് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോവാണ്, ചെമ്പാ പുട്ട്. ഇനി 2-3 ദിവസത്തേക്ക് പലഹാരം മാത്രം ഉണ്ടാക്കിയാൽ മതി. കറി, ഓണത്തിൻ്റെ കറി നമുക്ക് ഇഷ്ടം പോലെ ബാക്കിയുണ്ട്. അങ്ങനെ തക്കുടൂന് കൊടുക്കാനായിട്ട് പുട്ടും സാമ്പാറും ആണ് എടുത്തിരിക്കുന്നത്. എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും സാമ്പാറുമാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് സാമ്പാറിന് കണക്കായിട്ടുള്ള പലഹാരങ്ങൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കുള്ളൂ. ഈ ചെമ്പാപ്പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാറും കൂടെ കൂട്ടി നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു. അത് കഴിഞ്ഞ് വീട് വൃത്തിയാക്കലാണ്. ഓണത്തിന് മുന്നേ ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഓണം കഴിഞ്ഞുള്ള ക്ലീനിങ് ആണ് കുറച്ചും കൂടെ പണി. എല്ലാം കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കിയപ്പോഴാണ് ഒരു സമാധാനം. ഇനി നമുക്ക് ഓണത്തിന് ബാക്കി വന്ന കുറച്ച് കറികളുണ്ട്, അതൊക്കെ ചൂടാക്കി വെക്കണം. സാമ്പാറും ചിക്കൻ കറിയൊക്കെ നമ്മൾ ചൂടാക്കി വെച്ചു. തലേന്നത്തെ ചോറും ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കുക്കിങ്ങിൻ്റെ ഒരു പരിപാടികളും ഇല്ല. ഇത് കണ്ടില്ലേ, നമ്മളെ വീട്ടിൽ സഹായിക്കാൻ പെൺകുട്ടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല സ്നേഹമുള്ള ആൺകുട്ടികളാണെങ്കിൽ അവർ സഹായിച്ചോളൂ. ഉച്ചക്കത്തേക്ക് ചോറിനോടെ കഴിക്കാൻ നമ്മൾ ഒരു ബീട്രൂട്ട് തോരനും കൂടി ഉണ്ടാക്കി. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ്ങും കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള സമയമാണ്. ഓണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും എല്ലാ വീട്ടിലെയും ഉച്ചഭക്ഷണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്